ഓക്കെ, അപ്പോൾ നമ്മുടെ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ മെയിൻ സബ്ജക്റ്റ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക്സും ട്രാൻസിയന്റ് കറണ്ടും, പിന്നെ അതുപോലെ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്ലാസിക്കൽ ഡൈനാമിക്സ്, മെക്കാനിക്സ് അല്ല ഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ അത്തരം ടോപ്പിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കും നമ്മുടെ നാനോ മെറ്റീരിയൽസിന്റെ സിന്തസിസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ബേസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ കുറച്ച് ടോപ്പിക്സ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിൽ കുറച്ചൊക്കെ എക്സിസ്റ്റൻസ് എന്നും ക്വാണ്ടം ബിഹേവിയറിനകത്തൊക്കെ നമ്മൾ മുൻപ് പഠിച്ച കുറച്ച് ടോപ്പിക്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് നോക്കിയിരിക്കാം. ഓക്കെ, അത് പ്രത്യേകിച്ച് അതിൽ പോയി നോക്കണമെന്നില്ല, ഇതിനകത്തുണ്ട്, അതിന്റെ കണ്ടന്റ് ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും ആ ഒരു റിപ്പീറ്റേഷൻ ഉണ്ട് അതിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് മീൻസ് അത് പ്രീവിയസ് ആണ്. പ്രീവിയസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിലബസിന് പ്രീവിയസ് ഇല്ല. ഓക്കെ, ബട്ട് മുൻപ് നമ്മുടെ ഇലക്ട്രിക് കോഴ്സ് ആയിട്ട് നാനോ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപല്ല, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ഓക്കെ, 27-ാം തീയതി നടന്ന ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റീസെന്റ് ആയിട്ട് നടന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങളുടെ ഇത് സെയിം സബ്ജക്റ്റിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് വരുന്നതും നിങ്ങൾക്ക് അവിടെ പിന്നെ അപ്ലൈ ഇവാലുവേറ്റ് അങ്ങനത്തെ ആ ഒരു ക്രൈറ്റീരിയ കൂടി കൊടുത്തിരിക്കും. ഓക്കെ, ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ട് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ഏതാണ്ട് ഈ ഒരു നാച്ചുറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. പിന്നെ പ്രോബ്ലം സെഷൻസ് വലുതായിട്ട് ഉണ്ടാകത്തില്ല. ഓക്കെ, അവർക്കും പ്രോബ്ലം സെഷൻസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് മാത്രമേ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ പഠിക്കുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ പറയുവാണെങ്കിൽ നമ്മുടെ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അറിയാം. ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു സെക്ഷൻസ് ഒക്കെയാണ്. ഫാബ്രിക്കേഷൻ ഓഫ് നാനോ സ്ട്രക്ചർ മെറ്റീരിയൽസ്, കെമിക്കൽ മെത്തേഡും ഫിസിക്കൽ മെത്തേഡ്സും. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻസ് ആണ് അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇൻട്രോഡക്ടറി ക്വാണ്ടം മെക്കാനിക്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാണ്, ബട്ട് ഇതിനകത്ത് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമുക്ക് എപ്പോഴും എക്സാമിനേഷൻ കൂടുതലും ഈ ടെക്നിക്സ് ആണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ടെക്നിക്സ് ആണ് കൂടുതലും അവിടെ ചോദിക്കുന്നത്. ഞാനത് നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. വാട്ട് ഈസ് മീൻ ബൈ സീറോ ഡൈമെൻഷൻ നാനോ സ്ട്രക്ചർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെക്ഷനെ ബേസ് ചെയ്തിട്ടാ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ബ്രാക്ക് സ്റ്റോറി ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. AFM ഒക്കെ ഉണ്ട്, നിങ്ങൾ അത് നോക്കണ്ട. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കണ്ട, അതൊക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ക്യാരക്ടറൈസേഷൻ ടെക്നിക്സ് അങ്ങനെ ഇപ്പോൾ എക്സാല് മാത്രമേ താഴെ പഠിക്കുന്നുള്ളൂ. UVയും എക്സാലും മാത്രമേ നിങ്ങളുടെ ആ ഒരു ഇന്ത്യൻ എക്സാമിന്റെ ബേസിലൂടെ പഠിച്ചിട്ടുള്ളൂ, ബാക്കി നിങ്ങളോട് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിലാണ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ ഉള്ള സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൈപ്പ് ഓഫ് എനർജി ലെവൽസ്, ഓക്കെ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ എക്സ്പ്രഷൻ ഓഫ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ ആ ഒരു നമ്മുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ ദിവസം ഒരു എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ്. then what is mean by excitance, quantum confinement. ഓക്കെ, എന്റെ ആൻസേഴ്സ് പറഞ്ഞുതരാം കേട്ടോ. നമുക്കൊരു ജസ്റ്റ് റിവേഴ്സ് ചെയ്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതെ, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് ടെക്നിക്സ്. ഓക്കെ, ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് ടെക്നിക്ക് എന്താണ്. then explain the quantum behavior of electron trapped in a 2D plane. ഓക്കെ, ഇതിപ്പോ ഈ ബോട്ടം അപ്രോച്ചും ടോപ്പ് ഡൗൺ അപ്രോച്ചും നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ്, മോഡ്യൂളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം അവിടെ ചോദിച്ചിട്ടുള്ളത്. മില്ലർ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ബാക്കിയെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ ചോദിച്ചത്. വാട്ടർ ക്വാണ്ടം വെൽസ്, ഇതൊക്കെ ഇപ്പോൾ ആ ഒരു ചാപ്റ്ററിലുണ്ടോ, ഫസ്റ്റ് ഇൻട്രോഡക്ടറി ക്വാണ്ടം മെക്കാനിക്സിൽ അതിനകത്തുള്ളതാണ്. ക്വാണ്ടം വെൽസും ക്വാണ്ടം വയേഴ്സ്, ക്വാണ്ടം ഡോട്ട്സ്, ദെൻ അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്താണ്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ 2 ഡയമെൻഷന്റെ എക്സ്പ്രഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ താഴെ ക്വസ്റ്റ്യൻസ് കണ്ടോ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് സ്പ്ലട്ടറിംഗ്, തെർമൽ ഇവോപ്പറേഷൻ, പൾസ്ഡ് ലേസർ ഡെപ്പോസിഷൻ. ഇത് 15 മാർക്കിന് കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിനേഷൻ ചോദിച്ചതാണ്. ഇന്നലെ നടന്ന ഏപ്രിൽ 27-ാം തീയതി നടന്ന കേരള യൂണിവേഴ്സിറ്റി എസിക്സിന്റെ ഇലക്ട്രിക് കോഴ്സ്, നാനോ സയൻസ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് കോഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് സ്പൾട്ടറിംഗ്, തെർമൽ ഇവോപ്പറേഷൻ, പൾസ്ഡ് ലേസർ ഇവോപ്പറേഷൻ. ഇത് 3 നിങ്ങൾ പഠിച്ചുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഇത് എന്ത് ചെയ്യാം, essay ക്വസ്റ്റ്യൻസ് ആയിട്ട് അവിടെ ചോദിക്കും. ഓക്കെ, ഇത് essay ക്വസ്റ്റ്യൻ ഇത് ചോദിക്കും, നല്ല ഇതേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പറയുന്നത് ആ 2 മോഡ്യൂൾ, അതായത് സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളും ഫോർത്ത് അതിനകത്തുണ്ട് ലിത്തോഗ്രഫി ടെക്നിക്സ് ഉണ്ട്, ഇല്ലെന്നല്ല, ബട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആ 2 സെക്ഷൻസ് ആണ്. essay ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് ചാൻസ് വരുന്നത്. ഓക്കെ, അവർ ജസ്റ്റ് നോക്കിയിരിക്കാം. ഞാനിപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്കല്ല നമ്മുടെ ഓരോ യൂണിറ്റ് ബേസ് ചെയ്ത്, മോഡ്യൂൾ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യേണ്ടി പോകുന്നത് നമ്മുടെ ഇൻട്രൊഡക്ടറി ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂളാണ്. M1 മോഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് തീർക്കുന്ന ടോപ്പിക്സ് അത്ര ഇന്ന് തീർക്കാം. ബാക്കി നമുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേയിൽ കണ്ടിന്യൂ ചെയ്യാതെ. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ വേറെ കാര്യം ചെയ്യേണ്ടത്, ഇതിൽ കണ്ടതിന് ശേഷം ഡൗട്ട് എന്തെങ്കിലും ഒരു ചോദിക്കുക കേട്ടോ. ഈ സെക്ഷൻസിൽ എവിടെയെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഇനി ടൈം കുറവാണ്. ഓക്കെ, കറക്റ്റ് ഒരു മാസം ഇല്ല. എക്സാമിനേഷൻ മിക്കവാറും പറഞ്ഞിട്ട് തന്നെ നടക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീക്ക് എന്തെങ്കിലും എക്സ്റ്റെൻഡ് ആവത്തേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോൾ ജൂൺ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ, കാരണം S2 എക്സാമിനേഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അറിയത്തില്ല കറക്റ്റ് ആയിട്ട്. ഓക്കെ, എന്തായാലും കറക്റ്റ് ഒരു മന്ത് എങ്കിലും മുൻപേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവും. പിന്നെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് 3 പേപ്പർ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് എന്താ, പിന്നെ പ്രാക്ടിക്കൽ ഉണ്ട്. എല്ലാം ഒന്ന് നോക്കി വേണം പോകാനായിട്ട് കേട്ടോ. ഓക്കെ, സോ അതുകൊണ്ട് എന്താ, ഇനി പഠിച്ചു തുടങ്ങാൻ ടൈം ഇല്ല. ഓക്കെ, സോ അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 1 ആണ്. ബാൻഡ് സ്ട്രക്ചർ ആൻഡ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് അറ്റ് നാനോ സ്കെയിൽ. ഓക്കെ, അതായത് നമ്മൾ എന്തെങ്കിലും ആ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് തന്നെ, അതുപോലെ തന്നെ ബാൻഡ് സ്ട്രക്ചേഴ്സ് നമ്മുടെ നാനോ സ്കെയിൽ. അപ്പൊ നമുക്ക് ശരിക്കും നാനോ സ്കെയിൽ മാത്രമല്ല നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റും ബാൻഡ് സ്ട്രക്ചേഴ്സ് പറയുന്നത്. നമ്മളിപ്പോ ഒരു എന്താ, കണ്ടക്ടറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ബാൻഡ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നോക്കാറുണ്ട്. കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, അങ്ങനെ 3 കാറ്റഗറീസ് വരാറുണ്ട്. അത് നമ്മളവിടെ ബാൻഡ് സ്ട്രക്ചറിന്റെ ബേസ്ഡ് ആണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നാനോ സ്കെയിലോട്ട് വരുന്ന സമയത്ത് നമുക്കത് എങ്ങനെ വരുന്നുണ്ട്, അത് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ ഒരു ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കുന്ന നാനോയുടെ റേഞ്ച് ആണ്. ഇതിപ്പോ നമ്മളിപ്പോ ഒരു നാനോ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി കറക്റ്റ് അറിഞ്ഞിരിക്കുന്ന കേസാണ്. നാനോ മീറ്റർ മീൻസ് എത്രയാണ്, 1 മുതൽ 100 നാനോമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സൈസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ചിലപ്പോൾ ചോദിക്കാം, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സെമിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ സെമിൽ എന്ത് ചെയ്യാം, അത്തരം ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്കെയിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ക്ലാസിക്കൽ ലോസ്, അതായത് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിസം പഠിച്ചതാണ് ഇപ്രാവശ്യം. ഓക്കെ, അപ്പൊ അതിൽ ഈ ഒരു ക്ലാസിക്കൽ ലോസ് എന്ത് ചെയ്തില്ല, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. നമുക്ക് എന്ത് തന്നെ വേണം, പിന്നീട് ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് വ്യൂ. ഓക്കെ, ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇവിടെ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രോബബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാണ്ടം ബിഹേവിയറിൽ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസിനാണ് എപ്പോഴും നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ്, ആ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ക്വാണ്ടം മെക്കാനിക്സ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമുക്ക് ഒരു കണ്ടിന്യൂസ് സ്റ്റേറ്റ് ആയിരിക്കത്തില്ല, ഒരു പാക്കറ്റ്സ് ഓഫ് എനർജീസ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, എന്ത് ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ക്വാണ്ടം മെക്കാനിക്സ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, അവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമുക്കിതിൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഓരോ ക്വാണ്ടം ബിഹേവിയർ. ഓക്കെ, അതായത് നമ്മുടെ ഒരു മോഡ്യൂളിന്റെ പേര് എന്താണ്, ആ മോഡ്യൂളിന്റെ പേരിന് ഇൻട്രൊഡക്ടറി ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അതായത് നമ്മുടെ ഒരു നാനോ സയൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വാണ്ടം മെക്കാനിക്കൽ ഐഡിയാസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് അല്ല, ഒരു ഡിസ്ക്രീറ്റ് സ്റ്റേറ്റ്സ് ആണെന്നുള്ള ഐഡിയാസ് ആണ് അവിടെ നമ്മുടെ ബാൻഡ് ഗ്യാപ്പിനെ കുറിച്ചിട്ടും പിന്നെ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചും പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ബിഹേവിയറിനെ കുറിച്ചൊക്കെ ഐഡിയാസ് നമുക്ക് അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ബേസിക്കലി നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ബോർ ആറ്റം മോഡലിനെ കുറിച്ചുള്ള ഐഡിയാസ് പറയുന്നുണ്ട്, ഷ്രോഡിംഗർ ഇക്വേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു 1 മാർക്കോ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, എന്താണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആ ഒരു ബേസിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതില് ഈ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ നാനോ പാർട്ടിക്കിൾസിന്റെ ഇപ്പൊ എന്താണ് നാനോ പാർട്ടിക്കിൾസ് എന്നും പിന്നെ ക്വാണ്ടം ഡോട്ട്സ് എന്താണ്, നാനോ വയേഴ്സ് എന്താണ്, ഫിലിംസ്, ഇതിനെ കുറിച്ചുള്ള ഐഡിയാസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മളിപ്പോ ഒരു ബൾക്കിൽ നോക്കുന്ന സമയത്ത്, ഓക്കെ, അതായത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഒബ്ജക്ട് നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു മിനിയേച്ചർ ഫോം നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, ഫീച്ചേഴ്സ് നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും, ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മിനിയേച്ചർ സൈസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു check we have to study about the quantum mechanics. Okay, quantum mechanics നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ്. ഇതിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ഒന്ന് എഴുതി പോകട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വരത്തില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് ഞാൻ മാക്സിമം സ്വന്തമായിട്ട് അങ്ങനെ എഴുതിയ ക്വസ്റ്റ്യൻസ് അല്ല ഇട്ടിരിക്കുന്നത്. മിക്കത് പ്രീവിയസ് ഇയറിൽ യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻസും പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ആണ്. ഒന്ന് ഈ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇപ്പോൾ ഞാൻ കുറച്ച് ടെക്സ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവാം, ഇങ്ങനെ വരാം എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, ഓരോ ടോപ്പിക്സ് എടുക്കുമ്പോഴും അതനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ആ ഒരു വേൽ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ അത് എനിക്ക് പറഞ്ഞു പോവാണ്. ഓക്കെ, അത് പ്രത്യേകിച്ച് സെൻഡ് ചെയ്തില്ല, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് അതുകൂടി ഒന്ന് എഴുതിയെടുത്ത് പോവുക. ഓക്കെ, അതിന്റെ ആൻസേഴ്സ് കൂടി ആയിട്ട് ഒന്ന് ആൻസർ ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയെടുത്ത് പോവുക കേട്ടോ.
ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ what is the advantages of learning quantum mechanics in the case of nanoscience? Okay, for learning nanoscience. Okay, അതായത് ഒരു നാനോ സയൻസ് പഠിക്കണമെങ്കിൽ, ഓക്കെ, നാനോ സയൻസ് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് ആവശ്യം? ഓക്കെ, നിങ്ങൾ മുൻപൊന്നും ഇത് വിചാരിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. ഓക്കെ, അതായത് നാനോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതൊരു വേറൊരു ബ്രാഞ്ച് എന്ന രീതിയിലായിരിക്കും മിക്കവാറും പോയിട്ടുള്ളത്. ഓക്കെ, സ്മോൾ സൈസ് ഉള്ളതാണ് എന്നൊരു ബേസിസിൽ അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് നിങ്ങളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പൊ ഇതൊരു ക്വാണ്ടം മെക്കാനിക്സ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ മിക്കവരും രീതിയിലായിരിക്കും വിചാരിച്ചിട്ട് ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ് നോക്കുക, കാരണം ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. പിന്നെ സൈസ് കുറയുന്നതനുസരിച്ച് ഇതിലോട്ട് മാറും. അത് നേരെ ക്വാണ്ടം ക്ലാസിക്കൽ മെക്കാനിക്സ് ഇതിലോട്ട് മാറും. നേരെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് എന്തുണ്ട് അവിടെ മാറുന്നുണ്ട്, കാരണം സൈസ് കുറയുന്നതനുസരിച്ചിട്ട്. ഓക്കെ, സൈസ് ഡിക്രീസ് ആകുന്നതനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇതില് പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മുടെ എനർജി ബാൻഡ്സിനെ കുറിച്ചാണ്. അപ്പൊ എനർജി ബാൻഡ്സിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തൊക്കെ എനർജി ബാൻഡ്സ് ഉണ്ട്? ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ എനർജി ബാൻഡ്സിന്റെ ബേസിൽ എങ്ങനെയാ വരുന്നത്? അതായത് നമ്മുടെ ആ ഒരു എന്താ ബാൻഡ് തിയറിയുടെ ബേസിലാണ് എനർജീസിനെ കുറിച്ചുകൂടെ പറയുന്നത്. ഓക്കെ, ബാൻഡ് തിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്? വി ആർ ഗെറ്റിംഗ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. ഓക്കെ, നമുക്ക് അവിടെ എന്ത് കിട്ടുന്നുണ്ട്? കണ്ടക്ഷൻ ബാൻഡ് കിട്ടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വാലൻസ് ബാൻഡ് ഐഡിയാസ് വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഈക്വലി ക്ലോസ്ലി സ്പേസ്ഡ് എനർജി ലെവൽസ് എന്ത് ചെയ്യും? അവിടെ കമ്പൈൻ ചെയ്ത് അത് ഓരോ ലെവൽസ് ഉണ്ടാവും. ഇങ്ങനെ ഓരോ ലെവൽസ് ഉണ്ടാവും. ഈ ലെവൽസ് കമ്പൈൻ ചെയ്ത് ഒരു ബാൻഡായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? അങ്ങനെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഉണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ എന്ത് പറയും? വി ആർ കോളിംഗ് ഇറ്റ് ആസ് എ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഇപ്പൊ വാട്ട് ഈസ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്? ഓക്കെ, ഇതിപ്പോ നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, ബട്ട് അവിടെ പഠിച്ചു കളയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇതിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അത് ചോദിക്കുമ്പോൾ ഇത് ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കാരണം ഇതിനകത്ത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ഉള്ള ടോപ്പിക്സ് എല്ലാം ഈ ടെക്സ്റ്റിനകത്ത് ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഗൈഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരു ഫർദർ റീഡിങ്സ് വേണമെങ്കിൽ മെയിൻ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കാം, ടൈമുള്ള അനുസരിച്ച് വായിച്ചു നോക്കാം, കാരണം കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ, ഇതിനകത്ത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു നോട്ട് പോലെ ആക്കിയിട്ടാണ് ഞാനിപ്പോൾ ഗൈഡ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഗൈഡിനകത്ത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം ഷോർട്ടൺ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരുപാട് ടോപ്പിക്സ് അങ്ങനെ സ്കിപ്പും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഫർദർ റീഡിങ്സ് ആയിട്ട് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പൊ അതിനെ കൂടി ഒന്ന് റെഫറിങ്ങിന് എടുത്തോളൂ. ഓക്കെ, ബാക്കി ഇത് നോക്കി പഠിക്കാം കേട്ടോ. സോ അപ്പൊ അവിടെ നമ്മുടെ ആ ഒരു എനർജി സ്റ്റേറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫോർവേഡ് എനർജി ഗ്യാപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതനുസരിച്ച് നമുക്ക് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും ക്ലാസിഫിക്കേഷൻസ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആ ഒരു കേസ് വരുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ആ ഒരു ഓവർലാപ്പിംഗ്. ഓക്കെ, ഓരോ എസ് ഓർബിറ്റൽസിന്റെയും പിന്നെ അതുപോലെ തന്നെ പി ഓർബിറ്റൽസിന്റെയും ഓവർലാപ്പിനെ കുറിച്ച് നമ്മൾ എന്തുണ്ട് അവിടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു എനർജി ലെവൽസ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഹൗ എനർജി ലെവൽസ് ആർ ഫോംഡ്. ഓക്കെ, അതിനെ കുറിച്ചൊരു ഷോർട്ട് ആൻസർ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടോ, ഞാൻ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഹൗ എനർജി ബാൻഡ്സ് ആർ ഫോംഡ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഐസൊലേറ്റ് ആറ്റംസിൽ എങ്ങനെ ആ ഒരു എനർജി ലെവൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനർജി ലെവൽസ് ഉണ്ടാവും, പി സ്റ്റേറ്റും എസ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം പി സ്റ്റേറ്റും എസ് സ്റ്റേറ്റും കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നത് നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യുന്നത്? എനർജി ലെവൽസ് എന്ത് ചെയ്യും അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഐസൊലേറ്റ് ആറ്റത്തില് എങ്ങനെയാണ് എനർജി ലെവൽസ് ഫോം ചെയ്യുന്നത്? അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് എനർജി ബാൻഡ്സ് ഫ്രം ഐസൊലേറ്റഡ് ആറ്റം. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സ്പ്ലെയിൻ ദ, അതായത് നോർമൽ സെന്റൻസിന് ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടേം കൂടി ആഡ് ചെയ്ത് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക്, കാരണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൊടുത്തത് എന്തായിട്ട് മാറും? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ ഓരോ ടോപ്പിക്കും, അത് ഇതെന്ന് മാത്രമല്ല ഏത് പേപ്പർ നോക്കിയാൽ അറിയാൻ പറ്റും, അതിന്റെ ഫ്രണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്താൽ ഉടനെ എന്തായിട്ട് മാറും? അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലാതെ കുറച്ചുകൂടി നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടത് വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെ ഫോം ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ 2 മാർക്കിന് ചോദിച്ചാൽ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക, അല്ല ഒരു എസ്ഐ ടൈപ്പിൽ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ഓർബിറ്റൽ സ്റ്റേറ്റ്സുകൾ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യും നമുക്ക് അവിടെ എനർജി ബാൻഡ്സ് എന്ത് ചെയ്യുന്നത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു കേസ് അവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി ആയിട്ട് ലോ ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് എന്നിട്ട് വരുന്നത്. അപ്പൊ ഇതില് നമ്മുടെ ആ ഒരു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് മീൻസ് എന്താണ്? വാട്ട് യു മീൻ ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്? ദ നമ്പർ ഓഫ് ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് per unit volume within an energy interval between E and E plus D is called density of state. Okay, നമ്മൾ റോ ഓഫ് ഇ എന്നിവിടെ പറയുന്നുണ്ട്. അതായത് നമുക്കിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഏതെങ്കിലും എനർജി ലെവൽസിലല്ല എന്ത് ചെയ്യുന്നത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് എന്തുണ്ടാവും? സ്ട്രക്ചർ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽസിലേക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിൽ അവിടെ ഇലക്ട്രോൺസ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില്
നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺസിന് എവിടെയൊക്കെ നിൽക്കാൻ പറ്റും, ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും എന്നൊരു ഐഡിയ ഉണ്ടാവും, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും പോയി എന്ത് ചെയ്തില്ല അവിടെ നിൽക്കത്തില്ല. അങ്ങനെ ഇലക്ട്രോൺസ് നിൽക്കാൻ പറ്റും എന്നുള്ള എനർജി ലെവൽസ്, ഓക്കെ, അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ്സ്, ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് മീൻസ് എനർജി സ്റ്റേറ്റ്സ് തന്നെയാണ്. ഓക്കെ, നമ്മൾ അതിനെ എന്ത് പറയുന്നുണ്ട്, ലെറ്റ്സ് കൗണ്ട് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് പെർ യൂണിറ്റ് വോളിയം, നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ എക്സാമിനേഷൻ, അതായത് നാനോ സയൻസിന്റെ ഒക്കെ ഇലക്ട്രിക് കോഴ്സിന്റെ എക്സാമിനേഷനിൽ ഈ പേപ്പർ ഇപ്പൊ അത്യാവശ്യം ചിലർക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഈ പേപ്പർ പോയിട്ടുണ്ട് മുൻപത്തെ എക്സാമിനേഷന്. ഇപ്രാവശ്യത്തെ റിസൾട്ട് വന്നില്ല. ഓക്കെ, മുൻപത്തേക്ക് നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്നില്ല, അല്ലാതെ ഓക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സപ്ലിമെന്ററി വരുമല്ലോ. ഓക്കെ, ആ സമയത്ത് അറിയുന്നതാണ്. കാരണം അവർ പലപ്പോഴും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാക്കൊന്നും അവർ നോക്കത്ത് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുന്ന സമയത്താണ് അവർ എന്താണെന്ന് പോലും അറിയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ ഒരു പേപ്പറിന് ഉണ്ട്. കാരണം പലരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് എന്ത് ചെയ്യും ശ്രദ്ധിക്കില്ല. പക്ഷേ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് മുൻപ് ഇലക്ട്രിക് കോഴ്സ് എന്നതിലാണ് നിന്ന് ഇലക്ട്രിക് കോഴ്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക് കോഴ്സ് വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് പലരിലും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്തില്ല, ഇതൊന്നും നോക്കത്തില്ല. ഏതെങ്കിലും ഒന്നോ രണ്ടോ കാറ്റഗറൈസേഷൻ ടെക്നിക്സോ അങ്ങനെ എന്തെങ്കിലും മാത്രം നോക്കിയിട്ട് പോകും. എസ് ഐ മാത്രം അറ്റൻഡ് ചെയ്യും. ബട്ട് എസ് ഐ അറ്റൻഡ് ചെയ്യുമ്പോൾ 2 എസ് ഐ ആണല്ലോ 15 മാർക്കിനാണ്. പക്ഷെ ഇവർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു എസ് ഐക്ക് ഒരു 7 മാർക്കോ അങ്ങനെ കിട്ടും. അങ്ങനെ 2 എസ് ഐ 14 മാർക്ക്. ഓക്കെ, ബാക്കി അങ്ങോട്ടുള്ള ഈ ഷോർട്ട് ആൻസർ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. ബട്ട് ഈ ഷോർട്ട് ആൻസർ അവിടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ചോദിക്കുമ്പോൾ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതിയോ? ഇല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റിനോട് എഴുതണം. ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോണിക് സ്റ്റേറ്റ് പെർ യൂണിറ്റ് വോളിയം അത്രേ ഉള്ളൂ. പക്ഷേ ഓക്കെ, ബട്ട് ഇത് എന്ത് ചെയ്തില്ല, അവർ ശ്രദ്ധിക്കത്തില്ല. ഓക്കെ, ഈ സപ്ലിമെന്ററിയിൽ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ബാക്കി എല്ലാ പേപ്പറിനും നല്ല മാർക്ക് ഉണ്ടെങ്കിലും ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതിനകത്തുള്ള ഓരോ ടേംസ് ഒന്ന് നോട്ട് ചെയ്ത് പോകണം. ഞാൻ 2 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. അത് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനൊക്കെയാണ്. അല്ലാതെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, ഇതിൽ നിന്നും ചോദിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊരു ഐഡിയ ഓക്കെ എന്ത് ചെയ്യാം അവിടെ വെച്ചിരിക്കാം. ഓക്കെ, അതാണ് ഞാൻ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് അത്രയും അവിടെ എടുത്ത് സെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെൻസിറ്റി ലോ ഡയമെൻഷൻ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്റെ ആ ഒരു ഇക്വേഷൻ, ഓക്കെ, അതായത് നമുക്ക് നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, എടുക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് എനർജി ലെവൽസ് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ചിലപ്പോൾ ഒരു ഹയർ ലെവലിൽ ചോദിക്കാം, എങ്ങനെയാണ് ടോട്ടൽ നമ്പേഴ്സ് എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിലൊരു 3 ഡയമെൻഷൻ ആ സമയത്ത് റോയുടെ വാല്യൂ വരുന്നുണ്ട്. ഓക്കെ, റോ ഓഫ് 3D is equal to 1/2 pi 2m star by h square whole raised to 3/2 e minus eh whole raised to 1/2. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇതിൽ നിന്ന് ഡെറിവേഷൻസ് ഒന്നും ഇല്ല. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻസ് ആയിട്ട് പഠിച്ചു വെച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അതിന്റെ ഡെറിവേഷനോ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പഠിക്കാനായിട്ടില്ല. ഇത് ഷോർട്ട് ഇക്വേഷൻസും അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്ത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡയമെൻഷന്റെ കേസിലൊക്കെ എന്തിനാണ് വരുന്നുണ്ട്. ദെൻ 2 ഡയമെൻഷൻ ചിലപ്പോൾ ഇതൊക്കെ ഇതിങ്ങനെ എടുത്ത് അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഓരോ പോയിന്റ്സ് ആയിട്ട്. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ write the 3 equations. ഓക്കെ, അതായത് 3 ഡയമെൻഷണൽ ഇക്വേഷനും ദെൻ അതുപോലെ തന്നെ 2 ഡയമെൻഷണൽ ഇക്വേഷനും ദെൻ അതുപോലെ തന്നെ 1 ഡയമെൻഷണൽ ഇക്വേഷൻസ് എഴുതാൻ എന്ത് ചെയ്യാം ചോദിക്കാം. ഓക്കെ, എങ്കിൽ ജസ്റ്റ് എഴുതിയതിന്റെ ടേംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ടേംസ് ഓരോ ഉണ്ടല്ലോ. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പൊ അങ്ങനെ മാത്രമേ നമുക്ക് അതിൽ ഡെറിവേഷൻ ആയിട്ടൊന്നും ഇല്ല. ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ 3 ഡയമെൻഷൻ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ 3 ഡയമെൻഷനോ 1 ഡയമെൻഷനോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ വരാറില്ല. ഓക്കെ, അങ്ങനെ ചോദിച്ചിട്ടില്ല, ചോദിക്കത്തില്ല. ഓക്കെ, നമുക്ക് PG ലെവലിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ അങ്ങനെ വരാറില്ല. ഇതിനൊക്കെ ഡയറക്റ്റ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിക്കൊള്ളേ. അതായത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് 1 ഡയമെൻഷൻ ഉണ്ട്, 0 ഡയമെൻഷൻ ഉണ്ട്, ദെൻ 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ ഓരോ ഇക്വേഷൻസ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കേസാണ് നമ്മുടെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് നമ്മുടെ ഫെർമിയോൺസ് മീൻസ് എന്തായിരിക്കും, ഇലക്ട്രോൺസ്. ഓക്കെ, അതായത് ഇന്റഗ്രൽ സ്പിൻ, ഹാഫ് ഇന്റഗ്രൽ സ്പിൻ ഉള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മുടെ ഫെർമിയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ എന്ത് ചെയ്യും, അവര് ഒബേ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരം പാർട്ടിക്കിൾസ് നമ്മൾ എന്താ പറയുക, ഫെർമിയോൺസ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്താണ് ഡിസ്കസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇലക്ട്രോൺസ് എന്താണ്, ഇലക്ട്രോൺസ് ഫെർമിയോൺസ് ആണ് നമുക്കറിയാം. അപ്പൊ ഇതില് FD സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ ആ ഒരു പ്രോബിലിറ്റി, ഓക്കെ, എനർജിയുടെ പ്രോബിലിറ്റി നമ്മൾ എന്തിനോട് നോക്കുന്നുണ്ട്, അറ്റ് ഗിവൺ ടെമ്പറേച്ചർ T ആൻഡ് എനർജി ലെവൽ E. ഓക്കെ, E എന്ന് പറയുന്ന എനർജി ലെവലിലും T എന്ന് പറയുന്ന ടെമ്പറേച്ചറിലും അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോണിന്റെ പ്രോബിലിറ്റി. ഓക്കെ, അതാണ് FD ഓഫ് E എന്ന് നമ്മൾ അവിടെ എടുക്കുന്നത്. ഓക്കെ, വി ആർ ഗെറ്റിംഗ് ദ പ്രോബിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്.
ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, എഫ് ഡി ഫംഗ്ഷൻ ഇല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ എഫ് ഡി ഫംഗ്ഷൻ എന്താണ് നമ്മുടെ അട്ടവും അല്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഓക്കെ, ഇത് ഓരോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഗ്രാഫാണ് കേട്ടോ, ഗ്രാഫാണ്. ഓക്കെ, ഗ്രാഫ് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. 1 ഡയമെൻഷൻ 2 ഡയമെൻഷനും 3 ഡയമെൻഷനും. ഓക്കെ, വരയ്ക്കാൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്, ജസ്റ്റ് നോക്കി വെച്ചാൽ. ഓക്കെ, ദെൻ പിന്നീട് നമ്മുടെ ഫെർമി എനർജിയിലോട്ട് വരുന്നുണ്ട്. ഈ ഫെർമി എനർജി എന്ന് അറിയാമോ? ഫെർമി എനർജി എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എന്താ സോളിൽ ഒരു കണ്ടക്ടറിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് എനർജി. ഓക്കെ, ഏറ്റവും ഹയർ ലെവൽ എനർജി നമ്മൾ എന്ത് പറയുന്നത്? ഫെർമി എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഒരു ഇലക്ട്രോണിന് ഒരു സോളിഡ് മീൻസ് കണ്ടക്ടർ ആയിരിക്കും, ആ കണ്ടക്ടറിൽ എത്താൻ പറ്റുന്ന മാക്സിമം എനർജി നമ്മൾ പറയുന്നത് എന്ത് പറയുന്നത്? ഫെർമി എനർജി എന്ന് പറയുന്നത്. ഡിഫൈൻ ഫെർമി എനർജി. ഓക്കെ, നമ്മുടെ ഈ നാനോ സയൻസിലും പിന്നെ അതുപോലെ തന്നെ ഏതിലാ ക്വാണ്ടം മെക്കാനിക്സിലല്ല, നമ്മുടെ സോൾ സ്റ്റേറ്റ് ഫിസിക്സിനകത്ത്. ഓക്കെ, സോൾ സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് പറഞ്ഞ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിഫൈൻ ഫെർമി എനർജി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എഴുതുമ്പോൾ ഫെർമി എനർജി എന്താണെന്ന് എഴുതുക. പിന്നെ അതിനകത്ത് ഈ ഫെർമി ഫംഗ്ഷൻ, ഓക്കെ, എഫ് ഓഫ് ഇ 10. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ കൂടി എന്ത് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അതായത് എനർജി ലെവൽസിന്റെ വ്യത്യാസം നമ്മൾ എന്ത് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫെർമി എനർജിനെ കുറിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, എസ് ഐ ക്വസ്റ്റ്യൻസ് ഉണ്ടാകത്തില്ല, കാരണം എസ് ഐ ക്വസ്റ്റ്യൻസ് വരുന്ന സമയം നമുക്ക് എന്ന് വെച്ചാൽ ഫെർമി എനർജിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. അപ്പൊ അതിനകത്താണ് ഇതൊക്കെ എസ് ഐ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത്. അവിടെ നമുക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അവിടെ ഡെറൈവ് ചെയ്യും. ഓക്കെ, കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് അത് പ്രോബബിലിറ്റി ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഡെറൈവ് ചെയ്യുന്നത്, പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട്. ഓക്കെ, അതിനുശേഷം ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നേരെ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലൂടെ നമ്മൾ കൊണ്ടുവരും. ഓക്കെ, അങ്ങനെയാണ് സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ്, അതാണ് എസ് ഐ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു എസ് ഐ ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു 1 മാർക്കോ 2 മാർക്കോ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫെർമി എനർജി എന്താണ് രീതിയിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു ഫംഗ്ഷൻ ഇടുന്നുണ്ട്. ദെൻ ഇതിന്റെ ഫൈനലൈസ്ഡ് എനർജി ഇക്വേഷൻ EF ആണ് ഫെർമി എനർജി എന്ന് പറയുന്നത്. ഫൈനൽ ഇക്വേഷൻ പറയുന്നത് ഇതാണ് ഫെർമി ഇക്വേഷൻ. ഓക്കെ, EF is equal to h²/2m × 3π² and whole raised to 2/3. ഇതില് ചിലപ്പോൾ എക്സ്പ്രഷൻ നിങ്ങൾ വേറെയും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് കറക്ഷൻസ് h/2π കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ വ്യത്യാസം വരാറുണ്ട് ചില സമയത്ത്. ഓക്കെ, അവിടെ ഫംഗ്ഷൻസ് പിന്നെ എന്നിന്റെ ഒക്കെ വാല്യൂസ് ഒക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, അത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആണ്. അത് നമുക്കൊരു എക്സ്പ്രഷൻ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെച്ചിരിക്കുക ഫെർമിയിൽ. ഓക്കെ, പ്രോബ്ലം ചോദിക്കത്തില്ല, അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. ഓക്കെ, അവിടെ എന്നെ നമുക്ക് തന്നിരിക്കും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഫൈൻഡ് ദ ഫെർമി എനർജി എന്ന രീതിയിൽ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ ഫെർമി എനർജി. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ കൺക്ലൂഷൻ ദ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഡിറ്റർമിൻ ഹൗ മെനി എനർജി ലെവൽസ് ആർ അവൈലബിൾ അറ്റ് എ ഗിവൺ എനർജി, വൈൽ ദ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമിൻ ഹൗ മെനി ഓഫ് ദ ലെവൽസ് ആർ ആക്ച്വലി ഓക്കുപൈഡ്. അപ്പോൾ ഇതൊരു ഫൈനലൈസ്ഡ് റിവ്യൂ ആണ്. നമ്മുടെ ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ഒരു ഐഡിയയാണ്. അതായത് എന്താണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ എന്താണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് മീൻസ് എന്താണ്? ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിപ്പോ നമുക്ക് ഒരു 1 മാർക്കിലൊക്കെ ചോദിച്ചു ഞാൻ കൂടെ എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഡീൽ ചെയ്യുന്നത് നമുക്ക് എത്ര സീറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ടൂർ പോകുന്നുണ്ട്. ഓക്കെ, ടൂർ പോകുന്ന നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ ബസ്സിന്റെ സീറ്റ് എത്രയും നോക്കും. ഓക്കെ, അപ്പൊ എത്ര സീറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ സീറ്റ് ഉണ്ടെന്ന് നോക്കുന്ന മീൻസ് എന്താ? നമുക്ക് എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കുന്നു. അടുത്ത നമ്മളിപ്പോ ടൂർ പോകുന്ന രാവിലെ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എത്ര പേര് ബസ്സിന്റെ സീറ്റിൽ ഒക്കുപ്പൈഡ് ആണെന്ന് നോക്കും. അതാണ് എന്ത് പറയുന്നത്? ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് മീൻസ് നമ്മളൊരു ബസ് നോക്കുന്നു, ആ ബസ്സിൽ എത്ര സീറ്റാണ് നോക്കുന്നത്. ഇപ്പൊ 42 ആണെങ്കിൽ 42 സീറ്റുള്ള ബസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്താ നോക്കുന്നത്? നമ്മൾ ടൂർ പോകുന്ന രാവിലെ വന്നിട്ട് നമ്മൾ അല്പം ലേറ്റ് ആയി നോക്കുന്ന സമയത്ത് എത്ര പേര് കയറി, അവിടെ എത്ര പേര് ഇരിപ്പുണ്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത് പറയുന്നത്? ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിറ്റർമിൻ ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ ആക്ച്വലി ഓക്കുപൈഡ്. ഓക്കെ, എത്ര പേര് ഉണ്ട് എന്നല്ല,
എത്ര പേരാണ് ഇവിടെ ഒക്കുപ്പൈഡ് ആയിട്ടുള്ളത്, ഓക്കെ, എത്ര സീറ്റ് അവിടെ ഫിൽ ആയിട്ടുണ്ട്, ഓക്കെ, അതാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. ഓക്കെ, മനസ്സിലായ രണ്ട് കേസും. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പയർ ബിറ്റ്വീൻ ഫെർമി ഡിറാക് ആൻഡ് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ബട്ട് അതിന് വേണ്ടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റും ഫെർമി ഡിറാക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്താ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഒരൊറ്റ സെന്റൻസിൽ പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റും ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നോക്കണം. ഓക്കെ, പിന്നെ എന്ത് നോക്കണം, അവിടെ നമ്മുടെ ഒരു ബാൻഡ് സ്ട്രക്ചർ, ഓക്കെ, ബാൻഡ് തിയറി, എങ്ങനെയാണ് ബാൻഡ് ഫോം ചെയ്ത് നമ്മൾ നോക്കണം, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് നോക്കണം, പിന്നെ എന്ത് നോക്കണം, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഒരുപാടൊന്നും പഠിപ്പിക്കുന്നില്ല അതിനകത്ത്, ജസ്റ്റ് എന്താണെന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫെർമി എനർജി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു സെക്ഷനിൽ അവിടെ വരുന്നത്. ഓക്കെ, ദെൻ അപ്പൊ അതിൽ നമ്മൾ ആ ഒരു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയാസ് നമ്മൾ അവിടെ ബേസിക്കലി എഴുതിയിട്ടുണ്ട്, അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലോ. ഇതിൽ പിന്നെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ചോദിച്ചത് കേട്ടോ, മെസ്സേജ് ചെയ്താൽ മതി, ഇങ്ങനെ നമുക്ക് അതൊന്നുകൂടി ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് ഈ എന്താ റെക്കോർഡ് സെഷൻ കാണുന്നതെടുത്താൽ നിങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ ഈ സെമിന് മിക്കവരും അങ്ങനെ ഡൗട്ട് ആരും ചോദിച്ചിട്ടില്ല, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണോ ഡൗട്ട് ഇല്ലാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും കഴിഞ്ഞ സെമിസ്റ്റർ ഉള്ളതുപോലെ ആരും ഡൗട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും പഠിച്ചു നോക്കുക, പഠിക്കുക. ഓക്കെ, ഡൗട്ട് ഇല്ലെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, പ്രോബ്ലം ഇല്ല, ബട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു സെമിസ്റ്റർ അത്യാവശ്യം ലെങ്ത് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ടൈം ഒരുപാട് കിട്ടിയതുപോലെ ഉണ്ട്, പക്ഷെ ഒരുപാട് ഇതുണ്ടല്ലോ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ടൈം മാനേജ് ചെയ്ത് 3 പേപ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. സൈസ് എഫക്റ്റ് ഇൻ സ്മോൾ സിസ്റ്റം നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു നമ്മൾ പറയുന്നുണ്ട് നാനോ എന്ന് വെച്ചാൽ ചെറിയ സൈസാണ്, സൈസ് കുറയ്ക്കുന്നു. അപ്പോൾ ഈ സൈസ് കുറയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം വേണ്ടേ? ഓക്കെ, നമ്മൾ സാധാരണ എല്ലാം വലിയ സൈസ് എടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്, പക്ഷെ ഇവിടെ വരുന്ന സമയം നമ്മൾ സൈസ് കുറച്ചാണ് നല്ലത്, സൈസ് കുറച്ച് നല്ലത്. അപ്പോൾ അങ്ങനെ സൈസ് കുറച്ചാൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്, സൈസ് എഫക്റ്റ് ഇൻ സ്മോൾ സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ പാർട്ടിക്കിൾസിന്റെ ഒക്കെ സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ സൈസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, what are the features നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. When the physical systems are reduced from microscopic dimension to microscopic scale, their mechanical, thermal, frictional properties undergo significant changes. Okay, അപ്പൊ നമ്മളങ്ങനെ വെറുതെ പറയുന്നത് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു സൈസ് റെഡ്യൂസ് അനുസരിച്ചിട്ട് മെക്കാനിക്കലിലും തെർമലിയും ഫ്രിക്ഷണൽ പാർട്സും ഒക്കെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് these changes occur even before quantum confinement effect become important and therefore this is pre-quantum size effect. അതായത് നമുക്ക് ഈ ക്വാണ്ടം സൈസ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും ചെറുതാവണം. ഓക്കെ, അതായത് അറ്റോമിക് സ്കെയിലൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ക്വാണ്ടം ബിഹേവിയർ കാണുന്നത്. അറ്റോമിക് സ്കെയിൽ മീൻസ് ആറ്റം നമുക്ക് വിസിബിൾ അല്ല. ഓക്കെ, നമുക്കറിയാലോ ആറ്റം നമുക്ക് വിസിബിൾ അല്ല. ഓക്കെ, വീണ്ടും ചെറുതാവണം. ബട്ട് അത് തൊട്ട് മുൻപ് അതാണ് പറയുന്നത് ചേഞ്ചസ് ഈവൻ ഒക്കെ ബിഫോർ ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്ട്. ഓക്കെ, അത് ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്ട് വരുന്ന തൊട്ട് മുൻപ് ഈ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാൻ പറ്റും. ഓക്കെ, ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്ട് വന്നാൽ അത് ക്വാണ്ടം മെക്കാനിക്സിലോട്ട് പോകും, അറ്റോമിക് സ്കെയിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ അറ്റോമിക് സ്കെയിലിൽ മാത്രമല്ല അതിന് തൊട്ട് മുൻപുള്ള ആ ഒരു സൈസ് റേഞ്ചിൽ ഓക്കെ നമുക്ക് എന്തുണ്ട് ഈ പ്രോപ്പർട്ടീസ് മാറിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പറഞ്ഞ പ്രീ ക്വാണ്ടം സൈസ് എഫക്ട് എന്ന് പറയും. എന്താണ് പ്രീ ക്വാണ്ടം സൈസ് എഫക്ട്? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് പ്രീ ക്വാണ്ടം സൈസ് എഫക്ട്? ഓക്കെ, അപ്പൊ എന്താണ് തെർമൽ പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഇതിന്റെ ഫ്രിക്ഷണൽ പ്രോപ്പർട്ടീസിലൊക്കെ വ്യത്യാസം വരാം. ബട്ട് അതിൽ വരണമെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ഒരു ക്വാണ്ടം സ്കെയിലോട്ട് തന്നെ എത്തണമെന്നില്ല. അതിന് തൊട്ട് മുൻപ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എഫക്ട് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ എഫക്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ. അപ്പൊ ആ ഒരു സൈസ് എഫക്റ്റിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടം മെക്കാനിക്സിലോട്ട് പോകുന്ന തൊട്ട് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എഫക്ട് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ക്വാണ്ടം സൈസ് എഫക്ട് എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് പ്രീ ക്വാണ്ടം സൈസ് എഫക്ട് നമ്മൾ തന്നെ വിളിക്കുന്നുണ്ട്.
ഓക്കെ, ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് റെസ്പോൺസ് ടൈം ഇൻ മിനിയേച്ചറൈസ്ഡ് സിസ്റ്റം. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെസ്പോൺസ് ടൈം അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് സ്പീഡിലൊക്കെ എന്തുണ്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വലിയൊരു സിമ്പിൾ പെല്ലിനെ നോക്കുന്ന സമയത്തും നമുക്ക് അതിനൊരു മിനിയേച്ചർ ഫോം മീൻസ് നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് പല ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചെറിയ നാനോ റോബോട്ടിക്സ് അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, അത്തരം ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം പ്രോപ്പർട്ടീസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിലൊക്കെ എന്തുണ്ട്, ആ ഒരു സൈസ് റിഡക്ഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെസ്പോൺസ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോട്ടീസബിൾ സൈസ് റിഡക്ഷൻ ഓഫ് സൈസ് is the increase in response speed. Okay, response speed variations വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ഓക്കെ, 1 മീറ്റർ പെന്നിൽ ഓസിലേറ്റ് ചെയ്യുന്ന 1 ഹെഡ്സിലാണെങ്കിൽ മൈക്രോ സ്കെയിൽ എത്രയും 1 കിലോ ഹെഡ്സോ ഹയറിൽ എന്ത് ചെയ്യും, അവിടെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഹയർ ഹെഡ്സിലുള്ള ഓസിലേഷൻസ് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് പറ്റും. ഓക്കെ, 1 മീറ്റർ ഓസിലേഷനും 1 ഹെഡ്സ് ആണ്. മൈക്രോ സ്കെയിൽ വരുന്ന സമയത്തോ കിലോ ഹെഡ്സ് അല്ലെങ്കിൽ ഹയർ ഓസിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം പ്രോപ്പർട്ടീസ് ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കേസ് തെർമൽ ടൈം കോൺസ്റ്റന്റ് സ്മോൾ സിസ്റ്റം. ഓക്കെ, അവിടെ സൈസ് റിഡക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തെർമൽ ടൈം കോൺസ്റ്റൻസിൽ എന്തെങ്കിലും വ്യത്യാസം, ഒരു ചെറിയ ചേഞ്ച് എന്ത് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റിയെ ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ആ ഒരു പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലാസ്സസ് ഒന്ന് കേട്ട് നോക്കി എൻ്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടെ. ഓക്കെ, കേട്ട് വീണ്ടും മനസ്സിലാണെങ്കിൽ ചോദിച്ചാൽ നമുക്ക് നോക്കാം, ഒന്നുകൂടി വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ആ ഒരു ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ മീൻസ് നമുക്കൊരു സൂപ്പർ ലൂബ്രിസിറ്റി വരും. ഓക്കെ, നമ്മൾ ആ ഫ്രിക്ഷന്റെ കേസൊക്കെ നമ്മുടെ ആ ഒരു ഫെസല്ല, ഓക്കെ, നമ്മുടെ ബാക്ടീരിയയുടെയൊക്കെ ടെയിൽ ഉണ്ടാവുന്ന ടെയിൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ഫെസല്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നുണ്ട് ഫ്രിക്ഷൻലെസ് മോഷൻ സഹായിക്കും. ഓക്കെ, ഫ്രിക്ഷൻലെസ് മോഷൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ സൂപ്പർ ലൂബ്രിസിറ്റി എന്ന് പറയും. ഓക്കെ, മൈക്രോസ്കോപ്പിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട്. പിന്നെ വരുന്നത് നമ്മുടെ മോളിക്കുലർ ബെയറിംഗ്. ഓക്കെ, ഫെജല്ലയുടെ പ്രോപ്പർട്ടീസിൽ അത് ബാക്ടീരിയയുടെ ഒക്കെ ഒരു റൊട്ടേറ്റിംഗ് ടെയിൽ. ഓക്കെ, ടെയിൽ നമ്മുടെ ബാക്ടീരിയാസ് ഒക്കെ ടെയിൽ ഉണ്ടാവും. ഓക്കെ, ഇത്തരം ടെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ടെയിൽസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്തതിന് ഇങ്ങനെ ഫ്ലൂയിഡിൽ കൂടി മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ എന്തുണ്ട്, ഇതവിടെ ഒരു ബെയറിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈക്കോളി ബാക്ടീരിയയിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മോളിക്കുലർ ബെയറിംഗ്. ഓക്കെ, ബാക്ടീരിയ ഈ ഒരു ഷേപ്പിൽ കുക്കുംബർ ഷേപ്പിൽ ഇങ്ങനെ ടെയിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകാനായിട്ട് എന്ത് ചെയ്യും, ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ആപ്ലിക്കേഷൻ. ഫിഗറൊന്നും വരയ്ക്കണ്ട, ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. ഓക്കെ, പിന്നെ സർഫസ് ടു വോളിയം റേഷ്യോയിലുള്ള ആ ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു L ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് സർഫസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, സർഫസ് ഏരിയ ബൈ വോളിയം ഈക്വൽ ടു 1/L. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് വരാം. അതിലേക്ക് ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഏതൊക്കെ കോൺസിക്വൻസ് ആണ് വരുന്നത്. എൻഹാൻസ്ഡ് കെമിക്കൽ റിയാക്ടിവിറ്റി, ഫാസ്റ്റർ ഹീറ്റ് ട്രാൻസ്ഫർ, ഇൻക്രീസ്ഡ് സർഫസ് എനർജി, മോഡിഫൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഓക്കെ, ഇങ്ങനെ പല പ്രോപ്പർട്ടീസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രീ ക്വാണ്ടം ബിഹേവിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് 2 സെക്ഷൻസ് ആയിട്ട് കൊടുത്തു. ഞാൻ അന്ന് ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ 2ആയിട്ടല്ലാന്ന് തോന്നുന്നു, ഞാൻ ഒന്നിച്ചത് പറഞ്ഞു പോകുന്നത്. അത് 2 ക്ലാസ് എനിക്ക് ഓർക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും അതൊന്ന് ക്ലാരിഫൈ ചെയ്തോളേ. ഞാനത് ഈ ടെക്സ്റ്റ് കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്ത് എടുത്തത്. ഓക്കെ, അതെനിക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു പ്രീ ക്വാണ്ടം സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു കേസിലൊക്കെ ഇപ്പോൾ നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ലൂബ്രിസിറ്റി, ഓക്കെ, പെൻഡുലം, അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു അറ്റോമിക് സ്കെയിലുള്ളതല്ല. ഓക്കെ, അത്രയും തീരെ ഒരു ഡയമെൻഷൻ കുറഞ്ഞൊരു കേസ് അല്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് വിസിബിൾ ഉള്ള കേസാണ്. ഓക്കെ, മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ പ്രീ ക്വാണ്ടം സ്റ്റേറ്റ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രീ ക്വാണ്ടം നാച്ചുറൽ നമ്മൾ പറയുന്നത്. അതേസമയം നമ്മുടെ ഈ 2.2 തൊട്ട് ഇങ്ങോട്ട് വരുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, ക്വാണ്ടം ബിഹേവിയർ ഓഫ് നാനോമെട്രിക് വേൾഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സമയത്താണ് നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനോട്ട് വരുന്ന സമയം നമ്മളെല്ലാം നമ്മുടെ അറ്റോമിക് സ്കെയിലോട്ടും പിന്നെ അതുപോലെ ഷോർട്ട്ജർ ഇക്വേഷൻ അങ്ങനെയുള്ള കേസസിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്തോളൂ. ഓക്കെ, പ്രീ ക്വാണ്ടം സ്റ്റേറ്റ്സ് ഉണ്ട്. പ്രീ ക്വാണ്ടം സ്റ്റേറ്റ്സിനകത്താണ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ വന്നത്. ക്വാണ്ടം ബിഹേവിയറിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് പോകുന്നുണ്ട്, ക്വാണ്ടം ബിഹേവിയർ വരുന്ന സമയത്ത് നമ്മൾ നേരെ നമ്മുടെ ബോർ ആറ്റം മോഡലിലോട്ടും ഷോർട്ട്ജർ ഇക്വേഷൻസും പിന്നെ ആ ഒരു നമ്മുടെ പാർട്ടിക്കിൾസിന്റെ വേവ് നാച്ചറിലോട്ട് നമ്മൾ ഇവിടെ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്കിപ്പോൾ ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. ഇതൊക്കെ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ബോർ ആറ്റം മോഡൽ എന്നോ അല്ലെങ്കിൽ ക്വാണ്ടം ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഒരു ചെറിയ രീതിയിൽ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ 1-2 കമ്പൈൻ ചെയ്ത് ചോദിക്കും. ഓക്കെ, നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഈ ഒരു നാനോ പേപ്പറിലൊക്കെ 1-2 പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്തിട്ട്
എന്ത് ചെയ്യേണ്ട എസ് ഐ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നേരെ നമ്മുടെ സ്പ്ലട്ടറിങ്ങും തെർമൽ വേപ്പർ ഡെപ്പോസിഷനും അങ്ങനെ ഒന്ന് രണ്ട് ടോപ്പിക്സ് ഒന്നിച്ചാക്കിയിട്ട് അവിടെ 15 മാർക്കിനും ചോദിച്ചിരുന്നു. ഓക്കെ, അത് 5 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എസ് ഐയുടെ മാർക്ക് അനുസരിച്ചിട്ട് അത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4, 3, 7 അങ്ങനത്തെ ആ ഒരു വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ബോറാറ്റ മോളുടെ പോസ്റ്റ് ലൈറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കാം. അതിലെന്താണ് നമുക്കറിയാം, സർക്കുലർ ഓർബിറ്റ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ തന്നെ ഓർബിറ്റ് സ്റ്റേബിൾ ആണ്, അതായത് ഓരോ ഓർബിറ്റിൽ നിന്ന് മറ്റൊന്നിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകിൽ എനർജി ഗെയിൻ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എനർജി അവിടെ ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആംഗുലർ മൊമെന്റ് കോണ്ടൈസ്ഡ് അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റ് കൺസേർവ്ഡ് ആണ് നമ്മൾ പറയുന്നുണ്ട്. MVR ആംഗുലർ മൊമെന്റ് h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർബിറ്റിൽ എന്തുണ്ട്, ഡെഫിനറ്റ് എനർജി ലെവൽസ് ഉണ്ട്. ഡെൽറ്റ h അവിടെ എന്ത് പറയുന്നത്, നമ്മുടെ ആ ഒരു എനർജി ലെവൽസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് കൊടുക്കണം കേട്ടോ. എന്താണ് അതിലുണ്ടാകുന്ന ഞാനവിടെ ആപ്ലിക്കേഷൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കിപ്പോൾ ഞാനവിടെ ആപ്ലിക്കേഷൻസ് ചോദിക്കുമ്പോൾ ഏതാണ് നമ്മുടെ നാനോ ഡോട്ട്സ്, അറ്റോമിക് സ്കെയിൽ ഡിവൈസ്, നാനോ ലേസേഴ്സ്, സെമി കണ്ടക്ടർ, അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾസ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതിൽ പിന്നെ പ്രത്യേകിച്ച് കാണാൻ പഠിക്കാനൊന്നുമില്ല. അതായത് ഇന്ന് തന്നെ എഴുതുന്നില്ല, എല്ലാം ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കാർബൺ നാനോ ട്യൂബ്സ് ആയാലും ഓക്കെ, അതെല്ലാം ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഈ ബോറാറ്റ മോഡലും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യാം, അതിനകത്ത് എഴുതാം. ദെൻ സെക്കൻഡ്ലി വരുന്ന വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ആണ്. ഓക്കെ, ഡീ ബ്രോഗ്ലി നമ്മുടെ പാർട്ടിക്കിൾസിന്റെ വേവ് നാച്ചർ. ഓക്കെ, അതുകൊണ്ട് ഇനി ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ പഠിക്കും. അതായത് നമ്മളെപ്പോഴും പാർട്ടിക്കിൾസിന്റെ വേവ് നാച്ചറിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, എന്താണ് പാർട്ടിക്കിൾസിന്റെ വേവ് നാച്ചർ. ഓക്കെ, പാർട്ടിക്കിൾസിന്റെ വേവ് നാച്ചർ എന്ന് പറയും. അതേസമയം ഇതിന് തിരിച്ചു ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, തിരിച്ചും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് വേവിന് പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്. ഓക്കെ, എന്തുണ്ട്, വേവിന് പാർട്ടിക്കിൾ നാച്ചർ ഉണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന നാച്ചേഴ്സാണ്. ഓക്കെ, അതായത് വൈസ് വേഴ്സ റിലേഷൻസാണ്. പാർട്ടിക്കിളിന് വേവ് നാച്ചറും ഉണ്ട്, വേവ്സിന് പാർട്ടിക്കിൾ നാച്ചറും ഉണ്ട്. ഓക്കെ, രണ്ടും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടെ പറയുന്ന പക്ഷേ നമുക്കിപ്പോൾ മാറ്റർ വേവ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാറ്റർ എന്ത് ചെയ്തു, വേവ്സ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിഫ്രാക്ഷനും ഇൻഡിഫറൻസ് ഒക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, എന്താണ് ഡിഫ്രാക്ഷനും ഇൻഡിഫറൻസും കാണണമെങ്കിൽ നമ്മുടെ മാറ്ററിന് എന്ത് ഉണ്ടാവണം, ഇറ്റ് ഷുഡ് ബിഹേവ് ലൈക്ക് എ വേവ്. ഓക്കെ, വേവിൻ്റെ പ്രോപ്പർട്ടീസാണ് ഡിഫ്രാക്ഷനും ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു കേസ് നമ്മൾ നമ്മുടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അതും കുറച്ച് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഓക്കെ, അതൊക്കെയാണ് അതിൽ വരുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷൻ ശരിക്കും വേവ് നാച്ചുറൽ തന്നെ. AFM അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പിയിലൊക്കെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഈ ക്വാണ്ടം ടണലിംഗ് എഫക്റ്റും അതൊക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നുണ്ട് ഒരു ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് ആണ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഇതിന്റെ ഒരു എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്തിന്റെ, നമ്മുടെ ഇപ്പോൾ പറഞ്ഞില്ലേ മാറ്റർ വേവ്സ്. അപ്പോൾ മാറ്റർ വേവ്സിന്റെ ഒരു എക്സ്റ്റേണൽ കൺഫർമേഷൻ ആണ് എന്ത് ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റിൽ നടന്നത്. ഇതൊന്നും എന്തായാലും എടുത്ത് ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ടോപ്പിക്സ് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ഒറ്റ ഒരു essay ക്വസ്റ്റ്യൻ പോലെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ 2-3 പോയിന്റ്സ് എഴുതിയിട്ട് ഒരു 5 പോയിന്റ്സ് ഒക്കെ എഴുതി എന്ത് ചെയ്യാം, ഇവിടെ പറയുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒരുപാട് എക്സ്പ്ലനേഷനിലോട്ടൊന്നും പോകണ്ട, ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പോലത്തെ ഒരു എക്സ്പ്ലനേഷൻ പോയാൽ മതിയാവും. ഓക്കെ, ഒരുപാട് ഡീറ്റെയിലിങ്ങിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അതായത് എങ്ങനെ ചോദിക്കുന്നെങ്കിൽ ക്വാണ്ടം ബിഹേവിയർ, നാനോമെട്രിക് വേൾഡിൽ ക്വാണ്ടം ബിഹേവിയറിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലാണ് ഓരോന്നായിട്ട് അങ്ങനെ എഴുതേണ്ട. ഇല്ല, സിംഗിളായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ഒരുപാട് എഴുതാൻ പറ്റത്തില്ല, കാരണം ഇതൊന്നും ഇങ്ങനെ എന്താ ഒരു സബ് ടോപ്പിക്കായിട്ട് പഠിപ്പിക്കുന്ന ടോപ്പിക്സ് അല്ല. അതായത് ഈ എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞ ഡേവിസൺ ജെർമർ എക്സ്പെരിമെന്റ് ഒരു essay ക്വസ്റ്റ്യൻ ആണ് 15 മാർക്കിൻ്റെ. ബോറാറ്റ മോഡലിൽ 15 മാർക്കിൻ്റെ ഒരു essay ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ ഓരോ പോയിന്റ്സും എന്താണ്, ഇതാണ് 15 മാർക്കിൻ്റെ ഓരോ essay ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഷോർട്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. ബട്ട് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലെവലിൽ ഇത്രയുടെ ആവശ്യമേ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പോകുമ്പോൾ കുറച്ച് ഡീൽ എന്ത് ചെയ്യും, അവിടെ ഡീൽ ചെയ്യും. ഓക്കെ, ദെൻ അതിനുശേഷം വേവ് ഫംഗ്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഇന്റർപ്രിട്ടേഷൻ ആണ്. സൈസ് കർവ്. ഓക്കെ, അതായത് നമ്മൾ ഒരു വേവിനെ സൈ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഒരു വേവ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് സൈ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സൈൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോബബിലിറ്റി കിട്ടും. പ്രോബബിലിറ്റി മീൻസ് എന്താണ്, ഒരു കാര്യം അവിടെ ഉണ്ടോ ഇല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി മാക്സിമം വാല്യൂ എത്രയാ, 1 ആണ്. ഓക്കെ, എപ്പോഴും പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ 1 ആണ്, മിനിമം വാല്യൂ 0 ആണ്. ഓക്കെ, ഇത്രയാണ് മിനിമം വാല്യൂ 0. ഓക്കെ, അപ്പോൾ സൈസ് സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, വി ആർ ഗെറ്റിംഗ് ദ പ്രോബബിലിറ്റി. ഓക്കെ,
അപ്പോൾ ഇവിടെ എടുക്കുന്നത് സൈ സ്ക്വയർ ആണ്. ഓക്കെ, അതായത് സൈ സ്ക്വയർ എടുത്ത പ്രോബിലിറ്റി നമുക്ക് 1 കിട്ടിയാൽ ആ പാർട്ടിക്കിൾ അവിടെ ഉണ്ടെന്നും 0 കിട്ടിയാൽ അവിടെ പാർട്ടിക്കിൾ അവിടെ ഇല്ല നമ്മൾ എന്ത് അവിടെ മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, അതാണ് വേവ് ഫംഗ്ഷൻ്റെ പ്രോബിലിറ്റി ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷൻ സൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ പ്രോബിലിറ്റിനെ സൈ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത വരുന്നത് എന്താണ്? ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. minus h square by 2m del square psi plus b psi is equal to e psi. ഇതിൽ ഈ h square by 2m ആണല്ലോ, h by 2 ആണ് h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് by 2 ഈ psi മീൻസ് എന്താണ്? ഇതിപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? ഇത് ഓപ്പറേറ്റർ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നതാണ്. ഡെൽ സ്ക്വയർ മീൻസ് ഡോ സ്ക്വയർ psi by ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ psi by ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ psi by ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ psi by ഡോ ഇസെഡ് സ്ക്വയർ. ഇതിനാണ് എന്ത് പറയുന്നത്? ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ സൈ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ, സൈ വേവ് ഫംഗ്ഷൻ. വി എന്താണ്? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ, വോൾട്ടേജ് അല്ല കേട്ടോ, പൊട്ടൻഷ്യൽ ആണ്. ഈ എന്താണ്? ഈസ് ദ എനർജി. ഓക്കെ, ആ ഒരു ലെവലിൻ്റെ എനർജി. ഓക്കെ, പിന്നെ വരുന്ന ഓരോ കേസാണ് നമ്മുടെ പാർട്ടിക്കിൾ ആൻഡ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെൽ. ഓക്കെ, ക്വാണ്ടം കൺഫൈൻമെന്റ്. അതായത് നമുക്കിപ്പോൾ ഒരു എന്താ 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്ത് പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജി ലെവൽ ഈ ഒരു 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്ത പാർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലെവൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ നിൽക്കുന്നു. അത് ശരിക്കും ഒരു 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഇഎൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഓർബിറ്റലിൻ്റെ എനർജിയാണ്. ഓക്കെ, ബോർ ആറ്റം അനുസരിച്ചിട്ട് നമ്മുടെ കൊണ്ടുവരുന്ന ഒരു ഓർബിറ്റൽ എനർജിയാണ് ഇഎൻ്റെ ഇക്വേഷൻ. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് ഈ ബോർ ആറ്റം മോഡൽ എന്ന് വെച്ചാൽ ക്ലാസിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സും മിക്സ് ചെയ്തിട്ടാണ് ആ ബോർ ആറ്റം മോഡൽ നിൽക്കുന്നത്. അതായത് ഒരു ബിഗിനിങ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ. അപ്പോൾ കറക്റ്റ് ഒരു ക്വാണ്ടം എന്നൊരു ഐഡിയ വന്നിട്ടും ഇല്ല, എന്നിരുന്നാൽ അതിനകത്ത് കംപ്ലീറ്റ്ലി ക്ലാസിക്കലും അല്ല. അപ്പോൾ അവിടെ ഈ ഒരു എനർജി ഇക്വേഷൻ എന്ത് ചെയ്തു? ഇ എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8m എൽ സ്ക്വയർ എന്ന് പറഞ്ഞൊരു എനർജി ഇക്വേഷൻ അവിടെ ഫോം ചെയ്യും. ഏതില്ല? ബോർ ആറ്റം മോഡലിന്റെ ബേസിസിൽ. അതേസമയം നമ്മൾ നേരെ ക്വാണ്ടം മെക്കാനിക്സ് ഇൻട്രൊഡ്യൂഷൻ ചെയ്തിട്ട് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെൽ എന്ന ടോപ്പിക് ഉണ്ട്, ഒരു ഡെറിവേഷണൽ ടോപ്പിക് ക്വാണ്ടം കൺഫൈൻമെന്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഈ ഒരു ഇ എൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഡെറൈവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡെറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ബേസിൽ ബോർ ആറ്റം മോഡൽ വെച്ച് ഡെറൈവ് ചെയ്തതും ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിൽ നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്ത് രണ്ടും എന്ത് ചെയ്യും? സെയിം ഇക്വേഷൻ കിട്ടും. അങ്ങനെ രണ്ടും വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു എനർജി ഇക്വേഷനാണ് ഇ എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8ml സ്ക്വയർ. എൻ എന്ന് വെച്ചാൽ ഓർബിറ്റൽസ് ആണ്. ഓരോ ഓർബിറ്റൽസ് ഇപ്പോൾ നമ്മൾ ആറ്റം ചുറ്റും ഓരോ ഇങ്ങനെ ഓർബിറ്റൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഓരോ ഓർബിറ്റൽസിന്റെ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ E1 ആയിരിക്കും ഒന്നാമത്തെ എനർജി, ഇത് E2 ആയിരിക്കും, ഇത് E3. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ എനർജീസ് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു പൊട്ടൻഷ്യൽ ബാരിൽ കൂടി ഒരു ഇത് പെൻട്രേറ്റ് പോകുന്നത് നമ്മൾ എന്ത് പറയും? ക്വാണ്ടം ടണലിംഗ് നമ്മളവിടെ പറയുന്നുണ്ട്. ഓക്കെ, ക്വാണ്ടം ടണലിംഗ് എഫക്റ്റ് നമ്മൾ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെം തന്നെ അതുപോലെ തന്നെ അതായത് സ്കാൻ ടണലിംഗ് മൈക്രോസ്കോപ്പിലും സ്വിച്ചിങ് ഇലക്ട്രോണിക്സ് ഡിവൈസസിലും ടണലിംഗ് ഡയോഡ്സിലും നമ്മൾ വർക്ക് ചെയ്യുന്നത് ക്വാണ്ടം ടണലിംഗ് ബിഹേവിയർ ആണ്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് കിട്ടാൻ ആഡ് ചെയ്യും കേട്ടോ ഇതിനകത്തൊക്കെ. ഓക്കെ, പിന്നെ ഇതിനകത്തിപ്പോൾ ഞാൻ ഈ ഒരു ഷോർട്ടായിട്ടാണ് പലതും കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് അതിൻ്റെ മെയിൻ കുറച്ച് ഐഡിയാസ് മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. ഇതെല്ലാം ഓരോന്നും എന്താ 15 മാർക്കിനും അല്ലെങ്കിൽ അതിനെക്കാളും കൂടുതലും. ഓക്കെ, 15 മാർക്കിൽ പോലും ഇപ്പോൾ നിൽക്കത്തില്ല, അതിൽ കൂടുതൽ ഉള്ള എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എസ് ഐ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓരോ ടോപ്പിക്സ്, ഓരോ ഹെഡിങ്സ് ഓരോ എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം നിങ്ങൾ ടെക്സ്റ്റിൽ അത്രയും ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അഡീഷണൽ റിസോഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഞാൻ 2 യൂണിറ്റാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കി 2 യൂണിറ്റ് 3ഉം 4ഉം ഉണ്ട്. ഇന്ത്യൻ ഷ്രോഡിഞ്ചർ ഇക്വേഷനും പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്തോ ഞാൻ വിട്ടുപോയി. ഇലക്ട്രോൺ മൂവ് ഇൻ 1 ഡയമെൻഷൻ, അതായത് ഓരോ ഒബ്ജക്റ്റ്, നാനോ വയർ, നാനോ റോഡ്, നാനോ ബെൽറ്റ്, ഒക്കെ അതിനെ കുറിച്ചിട്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ 2 ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഇതിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ 3 യൂണിറ്റ് ഉണ്ട്.
3, 4, 5. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഇതിലെ നമുക്കിപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് essay ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് എനർജി ലെവൽസ് ആർ ഫോംഡ് ഇൻ നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസിൽ എന്ത് ടൈപ്പ് ഓഫ് എനർജീസ് ആർ ഫോം ചെയ്യുന്നത്? കണ്ടിന്യൂസ് എനർജീസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ? നാനോ മെറ്റീരിയൽസ് ഫോം ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് എനർജീസ് ആണ് കേട്ടോ. ഓക്കെ, ആൻസർ എന്താണ്? ഡിസ്ക്രീറ്റ്. നിങ്ങൾ ഡിസ്ക്രീറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കോണ്ടൈസ്ഡ് എനർജീസ് എന്നറിയാം. ഓക്കെ, എഴുതാം. ഓക്കെ, ഡിസ്ക്രീറ്റ് എനർജീസ്, ഡിസ്ക്രീറ്റ് എനർജി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ക്വാണ്ടം കൺഫൈൻമെന്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൾക്ക് മെറ്റീരിയൽസിൽ മിക്കപ്പോഴും കണ്ടിന്യൂസ് എനർജി ബാൻഡ്സ് ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു കോപ്പറിന്റെ ഒരു നാനോ അതിപ്പോൾ ഗോൾഡിന്റെ നാനോ മെറ്റീരിയൽസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫോം ചെയ്യുന്ന ഡിസ്ക്രീറ്റ് എനർജീസ് ആയിരിക്കും. ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. അതേസമയം വലിയൊരു ഗോൾഡ് എടുക്കുന്ന ഒരു ഗോൾഡ് വയർ എടുത്ത് നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്താൽ അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും, അവിടെ ഫോം ചെയ്യുന്ന മീൻസ് ഇറ്റ് ഈസ് എന്താ ബൾക്ക് മെറ്റീരിയൽസ് ആണ്. സോ കണ്ടിന്യൂസ് എനർജീസ് ആയിരിക്കും ഇതിൻ്റെ അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ എ ക്വാണ്ടം ഡോട്ട്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുള്ളൂ. എന്താണ് നമുക്ക് അതിൻ്റെ ഒരു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിനെ ജി ഓഫ് ഇ എന്ന്, നമുക്ക് റോ ഓഫ് ഇ എന്നോ ജി ഓഫ് ഇ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ച പോലെ റോ ഓഫ് ഇ എന്ന് കൊടുക്കുന്നുണ്ട്. ദർ ഇസ് റോ ഓഫ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ എൻ ഡെൽറ്റ ഇ മൈനസ് ഇ എൻ. ഓക്കെ, അപ്പോൾ ഇ എൻ മീൻസ് എന്താണ്? ഇറ്റ് ഈസ് അലോൾഡ് എനർജി സ്റ്റേറ്റ്. ഓക്കെ, അലോൾഡ് എനർജി സ്റ്റേറ്റ് ആണ് എന്ത് പറയുന്നത്? ഇ എൻ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇതിൻ്റെ ആൻസർ ആണ് വാട്ട് ഹാപ്പൻ ടു ദ ബാൻഡ് ഗ്യാപ്പ് ആസ് ദ പാർട്ടിക്കിൾ സൈസ് ഇൻക്രീസസ്. പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ ബാൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യും? പാർട്ടിക്കിൾ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് ബാൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യും? ഇൻക്രീസസ്. ഓക്കെ, ബാൻഡ് ഗ്യാപ്പ് ഓൾസോ പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്? പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ബാൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യും? ബാൻഡ് ഗ്യാപ്പ് വിൽ ഇൻക്രീസസ്. ഓക്കെ, ഇതൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിലുള്ളതാണ് കേട്ടോ. ഇൻക്രീസ് ചെയ്യേ ബാൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കാരണം ക്വാണ്ടം കൺഫൈൻമെന്റ് എഫക്റ്റ് കാരണം ഇൻക്രീസിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വാണ്ടം കൺഫൈൻമെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ നാനോ സ്ട്രക്ചേഴ്സ്. വൈ? എന്തുകൊണ്ടാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് നമുക്ക് അവിടെ അത്യാവശ്യമാണെന്ന് പറയുന്നത്? കാരണം നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഏതാണ്ട് നമ്മുടെ ആ ഒരു ഇലക്ട്രോൺ ഡീബ്രോഗ്ലി വേവ്ലെങ്തുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ഒരു സൈസിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് എനർജി ലെവൽസ് നോക്കാൻ പറ്റത്തില്ല. നമുക്കവിടെ എന്തേ നോക്കാൻ പറ്റത്തുള്ളൂ? ക്വാണ്ടം കൺഫൈൻമെന്റ്. ഓക്കെ, ക്വാണ്ടം കൺഫൈൻമെന്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാൻഡ് ഗ്യാപ്പ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്. പിന്നെ അടുത്ത ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു റീസൺ ആയിട്ട് പറയാം. ഡിസ്ക്രൈബ് ക്വാണ്ടം കൺഫൈൻമെന്റ് ഇൻ എ നാനോ ഡോട്ട്. ഓക്കെ, നാനോ ഡോട്ടിലുള്ള ഏതാ? നാനോ ഡോട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 3 ഡയമെൻഷണൽ കൺഫെഷൻ ആണ് കേട്ടോ. കൺഫെഷൻ അല്ല, കൺഫൈൻമെന്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ല, നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്സിലുണ്ട്. 3 ഡയമെൻഷൻ ആണ് ഇതിന് അവിടെ വരുന്നത്. ഓക്കെ, ദെൻ എക്സിറ്റൻസ് നമ്മളിപ്പോൾ പഠിച്ചില്ല. ഓക്കെ, പഠിച്ചു, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തില്ല. എന്താണ് എക്സിറ്റൻസ് എന്ന് പറയുന്നത്? അതായത് നമുക്കിപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, ഒരു ഹോളും ഉണ്ടാവും. ഒരു സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺ ഹോളും ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺ ഹോളും എന്ത് ചെയ്തിട്ട് ഒരു കൊളംബിക് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു കൊളംബിക് ഫോഴ്സിലായിരിക്കും അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഇതിൽ ഒരു ബൗണ്ട് സ്റ്റേറ്റ് ആണ് വരുന്നത്. ഒരു ബൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹോൾ ആൻഡ് ഇലക്ട്രോൺ വിച്ച് ഇസ് അട്രാക്റ്റഡ് ബൈ കൊളംബിക് ഫോഴ്സ്. ഓക്കെ, ഇവർ രണ്ടും കൂടി ഫോം ചെയ്ത് ഒരു ഇതുപോലെ ആക്ട് ചെയ്യും. ഓക്കെ, അത് 2 പാർട്ടിക്കിൾസ് ആണെങ്കിലും ഇവർ എന്ത് ചെയ്യും? പുതിയൊരു പാർട്ടിക്കിൾ പോലെ അവിടെ ആക്ട് ചെയ്യുന്നത് ബൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബൈ കൊളംബിക് ഫോഴ്സ്. ഓക്കെ, കൊളം ഫോഴ്സ് ആണ് അവിടെ എഫക്റ്റീവ്ലി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ക്വാണ്ടം ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺ ട്രാപ്ഡ് ഇൻ 2 ഡയമെൻഷൻ. 2 ഡയമെൻഷനിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു ഇതിന്റെ ക്വാണ്ടം ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് നമുക്കിപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ അവിടെ കൊടുക്കാം. ഓക്കെ, ഒരു എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റും. അതായത് 2 ഡയമെൻഷനിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു എക്സ്പ്രഷൻ മീൻസ് എങ്ങനെ വരും? അതിൻ്റെ ഒരു എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ആയിട്ടോ പറയുന്നത്. അപ്പോൾ എനർജി ലെവൽസ് ആണെങ്കിൽ ഈസ് ഈക്വൽ ടു h² by 8m ഇൻറ്റു n by l² അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡയമെൻഷൻ 2 ഡയമെൻഷനിലേ വരുന്നത് എനർജി ലെവൽസ്
എൻ എക്സ് സ്ക്വയർ ബൈ എൽ എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത ഡയമെൻഷൻ കൂടി വരും. എന്ത് വരും? എൻ ഒയ് സ്ക്വയർ ബൈ എൽ ഒയ് സ്ക്വയർ. മനസ്സിലായോ? അത് വേറെ ഒന്നുമല്ല, നമ്മുടെ രണ്ട് എനർജി ലെവൽസും കാണിക്കണം. ഇനി ഇതിൻ്റെ തന്നെ വേവ് ഫംഗ്ഷൻ ഇപ്പോൾ എഴുതാൻ ചോദിക്കുന്നുണ്ടെങ്കിലേ നമ്മുടെ അവിടെ നിങ്ങൾ വേവ് ഫംഗ്ഷനെ പഠിച്ചിട്ടില്ല, ബട്ട് ആൻസറിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ അതിൽ വേണമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, ജസ്റ്റ് നമുക്കിപ്പോൾ സൈ ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ, ഇല്ല നമ്മൾ ഇതിനകത്ത് പഠിക്കും കേട്ടോ. അതായത് നിങ്ങളുടെ അതിൽ ഈ എക്സ്പ്രഷൻ ഉണ്ട്, ഈ ടെക്സ്റ്റിനകത്ത് ആ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് വിട്ടുപോയത്. ഇങ്ങനെ അടുത്ത ആ ഒരു എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ യൂണിറ്റ് എന്തുകൊണ്ട് വരുന്നതെന്ന് തോന്നുന്നു, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ ഇങ്ങനെയാണ് സൈൻ എൻ എക്സ് പൈ എക്സ് ഡിവൈഡ് ബൈ എൽ എക്സ്. വീണ്ടും എന്ത് ടേം വരും? സൈൻ എക്സ്. അടുത്ത ടേം ദാറ്റ് ഈസ് എൻ വൈ പൈ വൈ ഡിവൈഡ് ബൈ എൽ വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ. ഇതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുവാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സിലും ഇലക്ട്രോൺ കോണ്ടൈസ്ഡ് ആണ്, എനർജി കോണ്ടൈസ്ഡ് ആണ്. സിംഗിൾ പ്ലെയിൻ 2D പ്ലെയിനിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു പ്ലെയിനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. ക്വാണ്ടം ബെൽസും നാനോ ഷീറ്റും ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ്. ഓക്കെ, next question, show that the surface to volume ratio of a nanomaterial is much higher than the bulk counterpart. Okay, അതായത് എന്ത് ചെയ്യണം? സർഫസ് ടു വോളിയം റേഷ്യോ ഹയർ ആണെന്ന് കാണിക്കണം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്ന നേരത്തെ ആ ഒരു എസിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് എന്താ പറഞ്ഞ അവിടെ, ദാറ്റ് ഈസ് എസ് ബൈ, അല്ലെങ്കിൽ സർഫസ് ഏരിയ ബൈ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൽ. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/L. ഓക്കെ, അതായത് നമുക്ക് ഒന്നുകിൽ 1/L എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്പിയർ ആണ് കൺസിഡർ, നമുക്ക് റേഡിയസ് ആയിട്ട് എഴുതാം. ഓക്കെ, സ്പിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം, റേഡിയസ് ആയിട്ട് നമുക്കവിടെ കൊടുക്കാം. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കവിടെ S/V എന്ന് പറയുന്നത് എന്ത് ചെയ്യും, റേഡിയസ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലെങ്ത് കുറഞ്ഞതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ആണ് ചോദിക്കുന്നത് കേട്ടോ. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് മുൻപ് 4 മാർക്കിനായിരുന്നു, നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ അവിടെ ചോദിച്ചിരിക്കുന്നത് S/V അല്ലെങ്കിൽ സർഫസ് ഏരിയ ടു വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് അല്ലെങ്കിൽ റേഡിയസ്, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് എക്സ്റേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണ്? ക്വാണ്ടം വെൽ എന്താണ്, ക്വാണ്ടം വയസ്സ്, ക്വാണ്ടം ഡോട്ട്സ്. നമ്മുടെ 5ാമത്തെ യൂണിറ്റ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ക്വാണ്ടം വയർ എന്താണ്, ക്വാണ്ടം ഡോട്ട് എന്താണ്, ക്വാണ്ടം വെൽ എന്താണ്. ഓക്കെ, പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റൈറ്റ് എ ഡീറ്റെയിൽ നോട്ട് ഓൺ വാട്ട് ഈസ് മീൻ ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഒബ്റ്റെയിൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഒബ്റ്റെയിൻഡ് എക്സ്പ്രഷൻ ഡെറിവേഷൻ ഇല്ല, ബട്ട് എക്സ്പ്രഷൻ എന്ത് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതിയാവും. ഓക്കെ, ആ ഒരു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, ഇതിനകത്ത് ക്വാണ്ടം വയർ, ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 3 ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? 2 ഡയമെൻഷൻ. ഓക്കെ, ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ 2 ഡയമെൻഷനാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ഏതാണ് ചോദിക്കാം, 2 ഡയമെൻഷനോ 1 ഡയമെൻഷനോ ഒക്കെ ചോദിക്കാം. ഇല്ല 3 കൂടി ആയിട്ടാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അതനുസരിച്ച് എഴുതാം. Then explain the size effect of nanosystem. Explain the quantum mechanical behavior of nanosystem whose electrons are trapped in all 3 dimension. Okay, 3 ഡയമെൻഷനിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടതിനെ കുറിച്ചിട്ടാ. ഓക്കെ, അത് നമ്മുടെ ആ ഒരു മൂന്നാമത്തെ ഇതിനകത്തുണ്ട്. ഓക്കെ, അതിൽ 3 ഡയമെൻഷൻ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ എഴുതിയില്ലേ 2 ഡയമെൻഷൻ പ്ലെയിൻ, അതിന് കൂടെ എന്ത് ചെയ്യണം, Y ആക്സിസ് Z ആക്സിസ് കൂടി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അവിടെ എനർജി ഇക്വേഷൻ കൂടി എന്ത് ചെയ്യുക, Iസെറ്റിൻ്റെ കേസിലൂടെ ആഡ് ചെയ്തിരിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വാട്ട് ആർ ദ ക്വാണ്ടം ബിഹേവിയർ ഓഫ് നാനോ പാർട്ടിക്കിൾസ്. ക്വാണ്ടം ബിഹേവിയർ മീൻസ് ക്വാണ്ടം കൺഫൈൻമെന്റ്, ടണലിംഗ് എഫക്റ്റ്, ക്വാണ്ടൈസ്ഡ് എനർജീസ്, പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ഷോർട്ട് ഇക്വേഷനും വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി ഒക്കെ ഇല്ലേ. ഓക്കെ, അതൊക്കെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, കൊടുക്കാം. ദെൻ സൈസ് ഡിപ്പെൻഡ് ബാൻഡ് ഗ്യാപ്പ്, ഒപ്റ്റിക്കൽ ചേഞ്ചസ്. ഓക്കെ, ഇതെല്ലാം അതിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എഴുതാം. നിങ്ങൾക്ക് അഡിഷണൽ എന്തെങ്കിലും അറിയില്ല, അതും കൂടി എന്ത് ചെയ്യാനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, derive the expression for wave function energy of an electron trapped in a nano dot and a nano sheet. ഇത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെയാണ് വേവ് ഫംഗ്ഷൻ ചോദിച്ചിട്ടുള്ളത്. ഇതൊന്ന് പഠിച്ചു വെച്ചേ കേട്ടോ. അതിൻ്റെ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, ഒന്നും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അല്ല അതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് സൈ ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3 ഡയമെൻഷൻ അല്ലേ, നാനോ ഡോട്ടിലും നാനോ ഷീറ്റ് വെച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നാനോ ഡോട്ട് മീൻസ് എന്താണ്, ഫസ്റ്റ് നാനോ ഡോട്ട് എഴുതണം. ഓക്കെ, നാനോ ഡോട്ട് ആണെങ്കിൽ 3 ഡയമെൻഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, 3 ഡയമെൻഷനിൽ വേവ് ഇക്വേഷൻ എഴുതും. ഇറ്റ്സ് ഈക്വൽ ടു എ സൈൻ എൻ എക്സ് പൈ എക്സ് ഡിവൈഡ് ബൈ എൽ എക്സ്
ഇൻറ്റു സൈൻ എൻ വൈ പൈ വൈ ഡിവൈഡ് ബൈ എൽ വൈ ഇൻറ്റു സൈൻ ഓഫ് എൻ ഇസഡ് പൈ ഇസഡ് ഡിവൈഡ് ബൈ എൽ ഇസഡ്. ഓക്കെ, എൽ ഇസഡ്. ഇതാണ് ഡോട്ടിൻ്റെ. ഇനി നാനോ ഷീറ്റ് ആകുമ്പോൾ എന്തായിട്ട് മാറും? ഇതിപ്പോൾ ഒരു 3 ഡയമെൻഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഈസ് എ 3 ഡയമെൻഷൻ ഇക്വേഷൻ. അടുത്ത് നമ്മുടെ നാനോ ഷീറ്റ് ആവുന്ന സമയത്ത് എന്താണ്? നാനോ ഷീറ്റ് ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് 2D. ഓക്കെ, 2 ഡയമെൻഷൻ. അപ്പോൾ 2 ഡയമെൻഷൻ എന്ത് ചെയ്താൽ മതി? ഇത് കട്ട് ചെയ്താൽ പോരെ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് കോമ വൈ. ഓക്കെ, അതാണ് 2 ഡയമെൻഷൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ പ്രോപ്പർട്ടീസും ബാക്കി കൂടി എഴുതിക്കൊള്ളേ അവിടെ. പ്രോപ്പർട്ടീസും അങ്ങനത്തെ കേസസ് കൂടി എഴുതാം. പിന്നെ ഒന്ന് നോട്ടായിട്ട് ഒന്ന് എഴുതണം. ഓക്കെ, അതായത് ഒരു ആൻസറിൻ്റെ ഒരു വേയിൽ എന്ത് ചെയ്യണം ഒന്ന്. ഞാനിപ്പോൾ ജസ്റ്റ് ആൻസർ മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങളൊരു ആൻസറിൻ്റെ ഒരു മെത്തേഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതിലോട്ട് എന്ത് ചെയ്യുക, കുറച്ച് വേർഡിങ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് അത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു മോഡ്യൂൾ ഇതിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2 മോഡ്യൂൾസ് ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് മോഡ്യൂൾ, സെക്കൻഡ് മോഡ്യൂൾ ഇപ്പോൾ നമ്മുടെ ഒരു റിവിഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി 3 മോഡ്യൂൾസ് 3ഉം 4ഉം 5ഉം നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഇതിലൊരു പാർട്ട് സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യാം അടുത്ത പാർട്ടിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ.